ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മളിന്ന് KT 2023 ജൂൺ മാസം നടത്തിയ തെർമോഡൈനാമിക്സ് MET 202 സബ്ജക്റ്റ് കോഡായിട്ടുള്ള തെർമോഡൈനാമിക്സിൻ്റെ ലാസ്റ്റ് മൊഡ്യൂൾ 5th മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ 2023 ജൂൺ മാസം നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണിത്. 5th മൊഡ്യൂൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 5th മൊഡ്യൂൾ അല്പം വാസ്റ്റാണ്. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് 2 ഡിവിഷൻ ഉണ്ട് ഇതിൽ. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് മിക്സ്ചർ ഓഫ് ഐഡിയൽ ഗ്യാസ് മിക്സ്ചറുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് തിയറി, കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. രണ്ടാമത് പറയുന്നത് തെർമോഡൈനാമിക് റിലേഷൻസ് ആണ്. നിങ്ങൾ ടീച്ചേഴ്സ് ഈ ഏരിയയിലായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. തെർമോഡൈനാമിക് റിലേഷൻസ്. സോ അല്പം വാസ്റ്റ് ആണ്. കുറേ റിലേഷൻസ്, നമുക്ക് കുറേ ഡെറിവേഷൻസ് ഉണ്ട്. സോ ഈ ഡെറിവേഷനൊക്കെ പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്നൊക്കെ ഒരു ഡെറിവേഷൻ എല്ലാ വർഷം ചോദിക്കുന്നതാണ്. 5th മൊഡ്യൂളിൽ നിന്ന് ഒരു ഡെറിവേഷൻ മസ്റ്റാണ്, എന്തായാലും ചോദിക്കും. സോ ഗ്യാസ് മിക്സ്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്തൊക്കെ ടോപ്പിക്കുള്ളത്, മോൾ ഫ്രാക്ഷൻ എന്താണ്, മാസ് ഫ്രാക്ഷൻ എന്താണ്, ഇവിടെ നിന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇവിടെ നിന്നൊരു പ്രോബ്ലം ചോദിക്കുന്നുണ്ട്. അതുപോലെ ഗ്രാവിമെട്രിക് ആൻഡ് വോളുമെട്രിക് അനാലിസിസ്, ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് 3 മാർക്കിന് ചോദിക്കും. അമഗേഴ്സ് ലോ ഓഫ് അഡിറ്റീവ് വോളിയം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് 3 മാർക്കിന് ചോദിക്കും. ഗിബ്സ് ഡാൽട്ടൺ ലോ ഓഫ് ഇക്വലന്റ് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് മോളാർ വെയിറ്റ്. പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് മിക്സ്ചർ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗ്യാസ് മിക്സ്ചറിന്റെ ഇന്റേണൽ എനർജി, എൻതാൽപ്പി, സ്പെസിഫിക് ഹീറ്റ്, എൻട്രോപ്പി, ഇൻട്രൊഡക്ഷൻ ടു ഗ്യാസ് മിക്സ്ചേഴ്സ്, കേസ് റൂള്, ഇതൊക്കെയാണ് ഗ്യാസ് മിക്സ്ചറിന്റെ ടോപ്പിക് എന്ന് വരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് സാധാരണ രീതിയിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാറുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവും. ഈ പറയുന്ന മാസ് ഫ്രാക്ഷൻ, മോൾ ഫ്രാക്ഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവും. സോ 2023 ജൂൺ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് തെർമോഡൈനാമിക് റിലേഷൻ, അതിൻ്റെ ഒരു ഡെറിവേഷനും ചോദിച്ചിട്ടുണ്ട്. ഇനി തെർമോഡൈനാമിക് റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡെറിവേഷൻസ് ഉണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെറിവേഷൻസ് നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവണം. സോ ഹെൽമോൺസ് ആൻഡ് ഗിബ്സ് ഫംഗ്ഷൻസ്, മാക്സ്വെൽ റിലേഷൻസ്. ഓക്കെ, ഫസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് മാക്സ്വെൽ റിലേഷൻസിന്റെ ഡെറിവേഷൻ ആണ്. ദെൻ TDS ഇക്വേഷൻ വേറൊരു ഡെറിവേഷൻ ആണ്. ക്ലാപ്പറോൺ ഇക്വേഷൻ ഡെറിവേഷൻ ആണ്. ഇക്വേഷൻസ് ഫോർ ഇന്റേണൽ എനർജി, എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി, ഇതെല്ലാം ഡെറിവേഷൻസ് ആണ്. ഓക്കെ, ദെൻ സ്പെസിഫിക് കേസ്, ദെൻ ത്രോട്ട്ലിംഗ് പ്രോസസ് എന്താണ്, ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെർഷൻ കർവ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണ് 5th മൊഡ്യൂൾ എന്ന് പറയുന്നത്. 5th മൊഡ്യൂളിൽ നമുക്ക് എന്തായാലും ചോദിക്കാവുന്ന ഒരു ഡെറിവേഷൻ ഉണ്ടാവും. ഈ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് ആൻഡ് ഇൻവെർഷൻ കർവ്സ് ഒക്കെ 3 മാർക്കിനോ 5 മാർക്കിനോ 4 മാർക്കിനോ ഡെറിവേഷന്റെ പാർട്ടായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ ഗ്യാസ് മിക്സ്ചർ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഈ അമഗേഴ്സ് ലോ, ഡാൽട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, ഇവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. നൗ നമ്മൾ 5th മൊഡ്യൂളിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ, റൈറ്റ് ദി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർ n മോൾസ് ഓഫ് ഗ്യാസ്. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കാണ് n മോൾസ് ഓഫ് ഗ്യാസിന്റെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഏതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് n മോൾസ് ഓഫ് ഗ്യാസിന്റെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? വെരി സിമ്പിൾ. PV = എന്താണ്? n × R bar × T. എന്താണ് R bar? R bar എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ എന്താണ്? 8.314 × 10⁻8.314 കിലോജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ ആണ്. സോ ഇതാണ് യൂണിവേഴ്സൽ ഗ്യാസ് ഇക്വേഷൻ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എക്സ്പ്ലെയിൻ ഈച്ച് ടൈം യൂസ്ഡ് ഇൻ ദി ഇക്വേഷൻ വിത്ത് പ്രോപ്പർ SI യൂണിറ്റ്. ഇതിലെ ഓരോ ടേമിന്റെയും SI യൂണിറ്റ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ഈച്ച് ടേംസ് ആൻഡ് SI യൂണിറ്റ്. അതിൽ P എന്ന് പറയുന്നത് എന്താണ്? പ്രഷറാണ്. പ്രഷറിന്റെ യൂണിറ്റ് എന്തായിരിക്കും? പാസ്കൽ ആയിരിക്കും. V എന്ന് പറയുന്നത് എന്താണ്? വോളിയം ആണ്. വോളിയത്തിന്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ ക്യൂബ് ആയിരിക്കും. Then N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് നമ്മൾ കിലോ മോൾസിലാണ് ഇതിന്റെ യൂണിറ്റ് പറയുന്നത്. ദെൻ R bar എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ ആയിരിക്കും. ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ. അതിന്റെ വാല്യൂ എത്രയാണ്? 8314 ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ. ഓക്കെ, ദെൻ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ, ഇൻ കെൽവിൻ. ഇനി നമ്മൾ ചോദിച്ചിരിക്കുകയാണ്, ഹൗ ദി ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ദിസ് ഇക്വേഷൻ. യൂണിവേഴ്സൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്ന് എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ ഒബ്റ്റൈൻ ചെയ്യുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. അതായത് ഈ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ R ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഒരു ബാർ ഇടും. അതെന്ന് പറയുന്നത് എന്താണ്? മോളിക്കുലാർ മാസ് ഇൻറ്റു ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ്. ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ്. സോ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുക. സോ നമുക്ക് എന്ത് വരും? PV = നമ്മൾ ഈ പറയുന്ന
യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന് പകരം എം ഇൻറ്റു ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമ്മുടെ യൂണിവേഴ്സൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? പി വി ഇസിക്കൽ ടു എൻ ഇൻറ്റു ആർ ബാർ ഇൻറ്റു ടി ആണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? പി വി ഇസിക്കൽ ടു ഈ ആർ ബാറിന് പകരം എം ഇൻറ്റു ആർ എന്ന് കൊടുക്കുവാണ്. എം ഇൻറ്റു ആർ ഇൻറ്റു ടി. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലർ മാസ് ഇൻറ്റു ആർ ഇൻറ്റു ടി. ഈ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ മോളിക്കുലർ മാസാ. ഓക്കെ, സോ ഇത് കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ മാസാണ്, മാസ് ഓഫ് ദി സബ്സ്റ്റൻസ്. സോ പി വി ഇസിക്കൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എം ഇൻറ്റു ആർ ഇൻറ്റു ടി എന്ന് എഴുതാൻ പറ്റും. സോ ഇതാണ് എന്താ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ. സോ അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഗ്യാസ് ഇക്വേഷൻ ബിക്കംസ് പി ഇസിക്കൽ ടു എം ആർ ടി, വേർ എം ഈസ് ദി മാസ് ഓഫ് ഗ്യാസ് ഇൻ കിലോഗ്രാം. എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് ഗ്യാസ് ഇൻ കിലോഗ്രാം ആണ്. സോ ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ. ഇതാണ് എന്ത്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്ന് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷനിലേക്ക് എത്തുന്ന ചെറിയ ഡെറിവേഷൻ ആണ് ഇത്. 3 മാർക്കിന്റെ ഡെറിവേഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, സാധാരണ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, നൗ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഡിഫൈൻ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ്. ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചേക്കുവാണ്. പ്രൂവ് ദാറ്റ് ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് ഈസ് 0 ഫോർ ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസിന് ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചേക്കുവാണ്. ചിലപ്പോൾ ഈ പ്രൂഫ് നിങ്ങൾക്ക് 4 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കാം കേട്ടോ. ഇവിടെ 3 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ജൂൾ തോംസൺ കോഎഫിഷ്യന്റ്? ജൂൾ തോംസൺ കോഎഫിഷ്യന്റ്. ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു ഗ്യാസിന് നമ്മളൊരു റെസ്ട്രിക്റ്റഡ് പാസേജിൽ കൂടെ മൂവ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പാസ് ചെയ്യിപ്പിക്കുകയാണ്. ഒരു ഗ്യാസിനെ ഒരു റെസ്ട്രിക്റ്റഡ് പാസേജിൽ കൂടെ, അതായത് ഏരിയ വളരെ കുറഞ്ഞ ഒരു പാസേജിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കുക എന്ന് വിചാരിക്കുക. ഈ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ത്രോട്ടലിംഗ് പ്രോസസ്. ഇതാണ് ത്രോട്ടലിംഗ് പ്രോസസ്. ത്രോട്ടലിംഗ് പ്രോസസ് എന്ന് പറയും. സോ ഈ ത്രോട്ടലിംഗ് പ്രോസസ് എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സിൽ നമ്മൾ ഈ ത്രോട്ടലിംഗ് പ്രോസസ്സിനെ ഐസെന്താൽപിക് പ്രോസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് ത്രോട്ടലിംഗ് പ്രോസസ് നടക്കുമ്പോൾ ഒരു ഗ്യാസിന്റെ എൻതാൽപ്പി എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല. ത്രോട്ടലിംഗ് പ്രോസസ്സിൽ ഒരു ഗ്യാസിന്റെ എൻതാൽപ്പി ചേഞ്ച് ചെയ്യില്ല. സോ ഐസെന്താൽപിക് പ്രോസസ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ത്രോട്ടലിംഗ് പ്രോസസ് നടക്കുമ്പോൾ ഈ ഗ്യാസിന്റെ ടെമ്പറേച്ചർ ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും, ചിലപ്പോൾ 0 ആയിരിക്കും, കൂടൂല കുറയില്ല. ഓക്കെ, അതായത് ഒന്നുമില്ല ടെമ്പറേച്ചർ കൂടും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ വേരിയബിൾ, അതായത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ പ്രഷർ ഇൻ ത്രോട്ടലിംഗ് പ്രോസസ് means ഐസെന്താൽപിക് പ്രോസസ്, മീൻസ് അറ്റ് കോൺസ്റ്റന്റ് എൻതാൽപ്പി. ഈ പാരാമീറ്ററിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? ജൂൾ തോംസൺ കോഎഫിഷ്യന്റ്. മ്യൂ ഒന്നല്ലെങ്കിൽ മ്യൂ എന്ന് വിളിക്കും, അല്ലെങ്കിൽ മ്യൂ ജെ ടി എന്ന് വിളിക്കും. മ്യൂ ജെ ടി, ജൂൾ തോംസൺ കോഎഫിഷ്യന്റ്. ഇതാണ് ചേഞ്ച് ഇൻ പ്രഷർ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് എൻതാൽപ്പി ഈസ് നോൺ ആസ് മ്യൂ ജെ ടി. എന്താണ്? ജൂൾ തോംസൺ കോഎഫിഷ്യന്റ്. ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് എന്നുള്ളത്. വായിച്ചു നോക്കിയേ. When the gas is in steady flow, pass through a constriction, example in an orifice or valve. ഒരു orifice കൂടെ അല്ലെങ്കിൽ ഒരു വാൽവിൽ കൂടെ ഗ്യാസ് പാസ് ചെയ്യാന്ന് വിചാരിക്കാം. ഇത് നോർമലി എക്സ്പീരിയൻസ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ആ ഗ്യാസിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഒരു ഗ്യാസിനെ നമ്മളൊരു orifice കൂടെ ഒരു വാൽവിൽ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യും. From the first law of thermodynamics, such a process is ഐസെന്താൽപിക്. ഇങ്ങനെയുള്ള പ്രോസസ്, ഈ കൺസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പാസേജ് കൂടെ പോകുന്ന ഈ പ്രോസസ് എന്ന് പറയുന്നത് ഐസെന്താൽപിക് പ്രോസസ് ആയിരിക്കും. ആൻഡ് വൺ ക്യാൻ യൂസ്ഫുള്ളി ഡിഫൈൻ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് ആസ് മ്യൂ ഇസിക്കൽ ടു ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എൻതാൽപ്പി. ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ട് ബ്രാക്കറ്റിന്റെ പുറത്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? കോൺസ്റ്റന്റ് എൻതാൽപ്പി ഉള്ളപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സാധനമാണ് എന്നുള്ളതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് കേട്ടോ. സോ മ്യൂ ഇസിക്കൽ ടു ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എൻതാൽപ്പി. ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് എൻതാൽപ്പി. ഈ ക്വാണ്ടിറ്റിനെ വിളിക്കുന്നവരാണ് ജൂൾ തോംസൺ കോഎഫിഷ്യന്റ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. സോ ഫോർ ഐഡിയൽ ഗ്യാസ് മ്യൂ ഇസിക്കൽ 0 ആണ്. എന്തുകൊണ്ടാണെന്ന് പ്രൂവ് ചെയ്യണം, അത് നമ്മൾ പ്രൂവ് ചെയ്യും. ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഈ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് 0 ആണ്. അതായത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആണെങ്കിലാണ് ഈ പറയുന്ന മ്യൂ 0 ആവുള്ളൂ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആണ്. അതായത് ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദി ഐഡിയൽ ഗ്യാസ് നൈദർ വാം നോർ കൂൾ അപ്പോൺ ബീയിങ് എക്സ്പാൻഡഡ് അറ്റ് കോൺസ്റ്റന്റ് എൻതാൽപ്പി. അതായത് ഈ പറയുന്ന ഐഡിയൽ ഗ്യാസിന് ഒരു കൺസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു പാസേജ് കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഐസെന്താൽപ്പി പ്രോസസ്സിന് വിധേയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ കൂടൂല കുറയില്ല. അതായത് അത് ഹീറ്റ് ആവുകയില്ല, അത് കൂളാവുകയില്ല.
അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഐഡിയൽ ഗ്യാസിന്റെ മ്യൂയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇഫ് മ്യൂ ഇസ് പോസിറ്റീവ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇതൊക്കെ ക്വസ്റ്റിന് ചോദിക്കാം, ഈ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് മ്യൂ ഈസ് പോസിറ്റീവ് ദെൻ ദി ടെമ്പറേച്ചർ വിൽ ഫോൾ ഡ്യൂറിങ് ത്രോട്ട്ലിംഗ്. മ്യൂയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ടെമ്പറേച്ചർ ഫോൾ ആണ് ഉണ്ടാവുക. ത്രോട്ട്ലിങ്ങിന്റെ സമയത്ത് ടെമ്പറേച്ചർ ഫോളിംഗ് ഉണ്ടാവും. അതായത് ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയും. അതായത് നമ്മുടെ ഗ്യാസ് എന്ത് ചെയ്യും? കൂളാവും. ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂ പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? ടെമ്പറേച്ചർ ഫോൾ ആണ് ഉണ്ടാവുക. സിമിലർലി ഇഫ് മ്യൂ ഇസ് നെഗറ്റീവ് ദി ടെമ്പറേച്ചർ വിൽ റൈസ്. മ്യൂയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ദി ഗ്യാസ് എന്ത് ചെയ്യുന്നു? ഹീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, മാറിപ്പോരുത്. മ്യൂ പോസിറ്റീവ് ആണെങ്കിൽ ടെമ്പറേച്ചർ കുറയുന്നു, മ്യൂ നെഗറ്റീവ് ആണെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. നൗ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ ഐഡിയൽ ഗ്യാസ് ഈ പറയുന്ന മ്യൂയുടെ വാല്യൂ 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ മ്യൂ JT ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ മ്യൂ ഈസിക്കൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു കുറച്ച് റിലേഷൻസ് കാണാൻ പഠിക്കാനുണ്ട്. ഡെറിവേഷൻസ്, ഇതിൻ്റെയൊക്കെ ഡെറിവേഷൻ ഈ ചാപ്റ്ററിലുള്ളതാണ്. എൻതാൽപ്പി ചേഞ്ചിന്റെ ഡെറിവേഷൻ DH ഈസിക്കൽ ടു CP DT പ്ലസ് V എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വോളിയം മൈനസ് T ഇൻറ്റു ∂V/∂T ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ ഇൻറ്റു DP ആണ്. ഇതാണ് എന്ത്? ഈ പറയുന്ന എൻതാൽപ്പി ചേഞ്ചിന്റെ ഇക്വേഷൻ. ഇത് ഡെറിവേഷൻ ആണ്. ഇത് നമുക്ക് തൽക്കാലം കാണാതെ പഠിക്കാം. ഈ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഇത് കാണാതെ പഠിക്കേണ്ടി വരും. ഇതിന്റെ ഡെറിവേഷൻ ഉണ്ട്. ഡെറിവേഷൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എൻതാൽപ്പി ചേഞ്ചിന്റെ ഡെറിവേഷൻ ആണിത്. ഓക്കെ, ഇനി ഇതാണ് എൻതാൽപ്പി ചേഞ്ചിന്റെ ഇക്വേഷൻ. ഒരു ഐസെന്താൽപ്പി പ്രോസസ്സിൽ അല്ലെങ്കിൽ ത്രോട്ടിലിംഗ് പ്രോസസ്സിൽ എന്താണ്? എൻതാൽപ്പി ചേഞ്ച് 0 ആണ് അല്ലേ? അതായത് DH ഈസിക്കൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഈ ഇക്വേഷനിൽ ഇവിടെ എന്താണ്? 0 വരും അല്ലേ? ഫോർ ത്രോട്ട്ലിംഗ് പ്രോസസ് DH വിൽ ബി ഈക്വൽ ടു 0. സോ ദിസ് ക്വാണ്ടിറ്റി വിൽ ബി 0 അല്ലേ? നൗ ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഈ CP ഇൻറ്റു DT ആക്ച്വലി എന്ത് ചെയ്യാണ്? അവിടെ തന്നെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിന് അപ്പുറ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, അല്ലെങ്കിൽ CP ഇൻറ്റു DT ഈസിക്കൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? CP ഇൻറ്റു DT ഈക്വൽ ടു മൈനസ് ഓഫ് V മൈനസ് T ഇൻറ്റു ∂V/∂T അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇൻറ്റു DP എന്ന് വരും. ശരിയല്ലേ? ഇൻറ്റു DP. അതായത് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. ഈ പറയുന്ന രണ്ടാമത്തെ ക്വാണ്ടിറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഈക്വൽ ടു അപ്പർ സൈഡിൽ കൊടുക്കുന്നു. അപ്പോൾ അത് നെഗറ്റീവായി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഒരു CP വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരും? DT ഈസിക്കൽ ടു മൈനസ് 1/CP ഇൻറ്റു V മൈനസ് T ഇൻറ്റു ∂V/∂T അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇൻറ്റു DP. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആയിട്ട് ഒരു DP വെച്ച് ഡിവൈഡ് ചെയ്യാണ്. നമുക്ക് എന്ത് കിട്ടണം? നമ്മുടെ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് കിട്ടണം. ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു പ്രഷർ ആണ് അല്ലേ? സോ നമുക്ക് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന്റെ ഇക്വേഷൻ എഴുതി. ഈ പ്രഷർ ഇപ്പുറ സൈഡിൽ വന്നു കഴിഞ്ഞാൽ എന്താവുള്ളൂ? അത് ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് ആവുള്ളൂ. സോ DT/DP ഈസിക്കൽ ടു വാട്ട്? മൈനസ് 1/CP ഇൻറ്റു V മൈനസ് T ഇൻറ്റു ∂V/∂T അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ അല്ലേ? സോ ഇതാണ് ഈ എഴുതി വെച്ചാണ് മൈനസ് 1/CP. അതായത് DT/DP അറ്റ് കോൺസ്റ്റന്റ് എൻതാൽപ്പി. നമ്മൾ കോൺസ്റ്റന്റ് എൻതാൽപ്പി കണ്ടീഷൻ എടുത്തിട്ടാണ് ഈക്വേഷൻ ചെയ്തത് അല്ലേ? എൻതാൽപ്പി ചേഞ്ച് ചെയ്യുന്നില്ല, ചേഞ്ച് ഇൻ എൻതാൽപ്പി 0 ആണ് എന്ന് എടുത്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന റിലേഷൻ എഴുതിയത്. സോ DT/DP അറ്റ് കോൺസ്റ്റന്റ് എൻതാൽപ്പി ഈക്വൽ ടു മൈനസ് 1/CP ഇൻറ്റു V മൈനസ് T ഇൻറ്റു ∂V/∂T അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് കിട്ടി. ഓക്കെ, അതാണ് എഴുതി വെച്ചാണ് മൈനസ് 1/CP ഇൻറ്റു V മൈനസ് T ഇൻറ്റു ∂V/∂T അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ∂T/∂P അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്, കോൺസ്റ്റന്റ് എൻതാൽപ്പി ആണ്. അതായത് ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ പറയുന്ന ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് ആണ്. നൗ നമ്മൾ ഈ ∂V/∂Tക്ക് ഒരു എക്സ്പ്രഷൻ എഴുതാൻ പോവാണ്. ∂V/∂T എങ്ങനെയാണ്? ബൈ യൂസിങ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. സോ ശ്രദ്ധിക്കാം, ഇത് മാറ്റിയാണ്. നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർ 1 മോൾ PV ഈക്വൽ ടു എന്താണ്? RT ആണ്. PV ഈക്വൽ ടു nRT ആണ് ഫോർ n മോൾസ്. ഫോർ 1 മോൾ PV ഈക്വൽ ടു എന്താണ്? RT ആണ്. PV ഈക്വൽ ടു RT. അതിൽ നിന്ന് നമുക്ക് വോളിയത്തിന്റെ ഇക്വേഷൻ ഏതാണ്? വോളിയം ഈസ് ഈക്വൽ ടു RT/P. ഓക്കെ, നൗ നമ്മൾ എന്താണ് ഇതിനൊരു എക്സ്പ്രഷൻ ചെയ്യാൻ പോകണം കേട്ടോ. ∂V/∂T അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അതായത് പ്രഷർ കോൺസ്റ്റന്റ് ആക്കി നിർത്തുവാണ്. നമ്മൾ ∂V/∂T ചെയ്യാൻ പോവാണ്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ∂V/∂T നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ∂V/∂T അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വിൽ ബി ഈക്വൽ ടു
ഓക്കെ, പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ആർ എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ് 8.314 കിലോ ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ. ദെൻ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ നമ്മൾ ഈ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് 1 വരും. സോ എന്ത് വരും? R/P ഇൻറ്റു ഇത്ര എന്താ കോൺസ്റ്റന്റ് ഇൻറ്റു ടെമ്പറേച്ചറിന്റെ ഡിഫറൻഷിയേഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ∂V/∂T ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ വിൽ ബി ഈക്വൽ ടു R/P. ഇതിനെ ഒന്ന് യൂണിവേഴ്സൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്നാണ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ക്വാണ്ടിറ്റി ഇത് നമുക്ക് എന്താണ്? ഇതാണെന്ത്? നമ്മുടെ ∂T/∂P ആയിട്ട് കോൺസ്റ്റന്റ് എന്താൽപി, അതായത് μJT എന്ന് പറയുന്നത്. ഇവിടെ ഈ ∂V/∂Tക്ക് പകരം ∂V/∂T ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷറിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്? R/P എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ∂V/∂T ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഈക്വൽ ടു R/P. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? -1/, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. -1/Cp അവിടെ ഉണ്ട്, V ഓൾറെഡി ഉണ്ട്, മൈനസ് T ഓൾറെഡി ഉണ്ട്. ഈ ∂V/∂T ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷറിന് പകരം എന്ത് ചെയ്തു? R/P എന്ന് എഴുതി. R/P. ഇനി ശ്രദ്ധിക്കുക, T ഇൻറ്റു R/P. അത് ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ തന്നെ നമുക്ക് വീണ്ടും വേറെ എക്സ്പ്രഷൻ ആയിട്ട് എഴുതാൻ പറ്റും. എന്താണ്? T ഇൻറ്റു R/P. ഓക്കെ, PV = RT ആണ്. നമ്മൾ T ഇൻറ്റു R/Pന്റെ എക്സ്പ്രഷൻ കാണാൻ പോകണം. അതായത് ഇവിടെ RT ഇവിടെ ഉണ്ട്, ഈ P അപ്പുറ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്ത് വരും? ഇപ്പുറ സൈഡിൽ എന്ത് വരും? വോളിയം വരും. വോളിയം ഈസ് ഈക്വൽ ടു RT/P എന്ന് വരും. സോ RT/P അല്ലെങ്കിൽ T ഇൻറ്റു R/P എന്ന് പറയുന്നത് എന്താണ്? വോളിയം ആണ്. ശരിയല്ലേ? വോളിയം. സോ ഇത്രയും ക്വാണ്ടിറ്റിക്ക് വരെ നമ്മൾ എന്ത് ചെയ്യാണ്? വോളിയം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? -1/Cp ഇൻറ്റു വോളിയം മൈനസ് വോളിയം എന്ന് കിട്ടി അല്ലേ? വോളിയം മൈനസ് വോളിയം. സോ എന്ത് വരും? ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ? V - V എന്താണ്? 0 ആണ്. ഈക്വൽ ടു 0 എന്ന് വരും. സോ ഇങ്ങനെയാണ് ഐഡിയൽ ഗ്യാസിന്റെ μJT അഥവാ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിരിക്കണം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തോളണം? ഈ റിലേഷൻ പഠിച്ചോളാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻ പഠിച്ചോളാം. ഇത് എന്താണ്? ഈ പറയുന്ന ജൂൾ തോംസൺ കോഎഫിഷ്യന്റിന്റെ ഒരു ഇക്വേഷൻ ആണ്. ഒന്നിൽ ഈ റിലേഷനിൽ നിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ ഇവിടുന്ന് തുടങ്ങാം. എങ്ങനെയായാലും കുഴപ്പമില്ല. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 3 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, സോ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. മിക്കപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നൗ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എസ്സേയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് അമഗട്സ് ലോ ഓഫ് പാർഷ്യൽ വോളിയം ഫോർ അനാലിസിസ് ഓഫ് ഗ്യാസ് മിക്സ്ചേഴ്സ്. ക്ലിയർലി ഡിഫൈൻ ദി ടേംസ് യൂസ്ഡ് ഇൻ ദി സ്റ്റേറ്റ്മെന്റ്, റൈറ്റ് ദി മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. അതായത് അമഗട്സ് ലോ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അമഗട്സ് ലോ എന്താണെന്നുള്ളത്. അമഗട്സ് ലോ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ എന്താണ് അമഗട്സ് ലോ എന്ന് പറയുന്നത്? വെരി സിമ്പിൾ ആണ്. ഈ അമഗട്സ് ലോയും ഈ ഡാൽട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷറൊക്കെ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട 2 ലോസ് ആണ്. അവിടെ നിങ്ങൾക്ക് എന്തായാലും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. സോ അമഗട്സ് ലോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. നമ്മുടെ കയ്യിലൊരു ഗ്യാസ് എ ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ പ്രഷറും ടെമ്പറേച്ചറും P-യും T ആണെന്ന് വിചാരിക്കാം. അതിന്റെ വോളിയം VA എന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യിൽ ഗ്യാസ് ബി ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ പ്രഷറും ടെമ്പറേച്ചറും P-യും T ആണ്. അതായത് സെയിം പ്രഷറാണ്, സെയിം ടെമ്പറേച്ചറാണ്. ഗ്യാസ് എയുടെ സെയിം പ്രഷറാണ്, സെയിം ടെമ്പറേച്ചറാണ്. അതിന്റെ വോളിയം എന്ന് പറയുന്നത് VB ആണെന്ന് വിചാരിക്കാം. VB. നമ്മൾ ഈ 2 ഗ്യാസിനെ മിക്സ് ചെയ്യാന്ന് വിചാരിക്കാം. 2 ഗ്യാസിനെ മിക്സ് ചെയ്യാണ്. പ്രഷറും ടെമ്പറേച്ചറും മാറുന്നില്ല എന്ന് വിചാരിക്കാം. പ്രഷറും ടെമ്പറേച്ചറും മാറുന്നില്ല എങ്കിൽ ഈ ഗ്യാസ് മിക്സ്ചറിന്റെ വോളിയം എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ വോളിയംസ് കൂട്ടിയതായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ സമ്മായിരിക്കും എന്നുള്ളതാണ് ഈ അമഗട്സ് ലോ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. അതായത് ഗ്യാസ് മിക്സ്ചറിന്റെ വോളിയം ഇൻഡിവിജ്വൽ വോളിയംസ് എന്തായിരിക്കും? ആഡ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ സം ചെയ്തതായിരിക്കും എന്നുള്ളതാണ് അമഗട്സ് ലോ. അതായത് ഒരു ഗ്യാസ് മിക്സ്ചറിന്റെ വോളിയം എന്ന് പറയുന്നത് അതിന്റെ ഇൻഡിവിജ്വൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള വോളിയംസ് തമ്മിൽ ആഡ് ചെയ്തതായിരിക്കും. വെരി സിമ്പിൾ. അതാണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അമഗട്സ് ലോ ഓഫ് അഡിറ്റീവ് വോളിയം സ്റ്റേറ്റ്സ് ദാറ്റ് ദി വോളിയം ഓഫ് ഗ്യാസ് മിക്സ്ചർ ഈസ് ഈക്വൽ ടു sum of volume of each gas would occupy if it existed alone at the mixture temperature and pressure. അതായത് ഈ മിക്സ്ചറിന്റെ അതേ ടെമ്പറേച്ചറിലും പ്രഷറിലും ഒക്കുപ്പൈ ചെയ്യുകയാണെങ്കിൽ, എലോൺ ആയിട്ട് ഒക്കുപ്പൈ ചെയ്യുകയാണെങ്കിൽ ഉള്ള വോളിയംസ് ഏതൊക്കെയാണോ ആ വോളിയംസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വോളിയം ആയിരിക്കും ഈ ഗ്യാസ് മിക്സ്ചറിന്റെ വോളിയം എന്നുള്ളതാണെന്ത്? അമഗട്സ് ലോ. ഇനി അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം വോളിയം ഓഫ് ദി മിക്സ്ചർ ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് എ പ്ലസ് വോളിയം ഓഫ് ബി. ഇതാണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല അതിൽ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അമഗട്സ് ലോ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഡാൽട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ വെരി ഇമ്പോർട്ടന്റ് ആണ്.
സാധാരണ രീതിയിൽ ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നൗ നമ്മുടെ ഗ്യാസ് മിക്സ്ചറുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ്. ദി പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ ഫ്രം എ ഡീസൽ എൻജിൻ ഹാവ് ദി ഫോളോവിങ് മോളാർ അനാലിസിസ്. ഓക്കെ, തന്നിരിക്കുന്നത് പ്രൊഡക്റ്റ് ഓഫ് കമ്പസ്റ്റൻ്റെ ഒരു മോളാർ അനാലിസിസ് ആണ്. അതായത് കമ്പസ്റ്റൻ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന എലമെന്റ്സ്, ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, അത് മൊത്തം എത്ര ശതമാനമുണ്ട്? 10.2% ഉണ്ട്. കാർബൺ മോണോക്സൈഡ് അത് 0.4% ഉണ്ട്. ഹൈഡ്രജൻ വാട്ടർ H2O അത് 4.3% ഉണ്ട്. ഓക്സിജൻ 1.9% ഉണ്ട്. നൈട്രജൻ 73.2% ഉണ്ട്. ഡിറ്റർമിൻ ദി മാസ് ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കമ്പോണന്റ്. ഓരോ കമ്പോണന്റിന്റെയും CO2, CO, H2O, അതുപോലെ തന്നെ O2, N2 ഇതിന്റെ എല്ലാത്തിന്റെയും മാസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദി മോളാർ മാസ് ഓഫ് ദി മിക്സ്ചർ? ഈ മിക്സ്ചറിന്റെ മോളാർ മാസ് എത്രയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ മോളിക്കുലാർ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ടേബിൾ വരയ്ക്കാം. ഇങ്ങനെയുള്ള പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ടേബിൾ വരയ്ക്കണം. ഏതൊക്കെയാ നമ്മുടെ എലമെന്റ്സ്? ഫസ്റ്റ് തന്നെ ഇതാ ഏതൊക്കെയാ? CO2, CO, H2O, O2, N2 ഇതൊക്കെയാണ് നമ്മുടെ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാം മോളിക്കുലാർ മാസ് നിങ്ങൾ കാണാതെ പഠിക്കണം. നിങ്ങൾക്ക് അറിയാമായിരിക്കും CO2ന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 44 ആണ് അല്ലേ? CO ന്റെ എത്രയാണ്? 28 ആണ്. H2O 18 ആണ്. ഓക്സിജന്റെ 32 ആണ്. N2ന്റെ എന്താണ്? 28 ആണ് അല്ലേ? സോ ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ അറിയാവുന്ന സാധനങ്ങളാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇവിടെ ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് തന്നിരിക്കുന്നത്. നമ്മുടെ കമ്പസ്റ്റൻ പ്രൊഡക്റ്റിലുള്ള ഓരോ എലമെന്റ്സിൻ്റെയും പെർസെൻറ്റേജ് തന്നിരിക്കുന്നത്. നമുക്ക് നമ്പർ ഓഫ് മോൾസ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? നമ്മുടെ കമ്പസ്റ്റൻ പ്രൊഡക്റ്റ് മൊത്തം 100 മോൾസ് ഉണ്ട് എന്ന് എടുക്കണം ഫോർ 100 മോൾസ് ഓഫ് മിക്സ്ചർ. അതായത് കമ്പസ്റ്റൻ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന മൊത്തം എത്രയാണ്? 100 മോളാന്ന് എടുക്കുവാണ്. കാരണം എന്താണ്? നമുക്ക് ഈ തന്നിരിക്കുന്ന എലമെന്റ്സിന്റെ എല്ലാം പെർസെൻറ്റേജ് തന്നിരിക്കുന്നത് അല്ലേ? അതായത് ആ കമ്പസ്റ്റൻ പ്രൊഡക്റ്റിൽ 10.2% കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാം? മൊത്തം 100 മോൾസ് ഉണ്ടെന്ന് എടുക്കാം. ഓക്കെ, സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്തായിരിക്കും? 10.2 ആയിരിക്കും. കാരണം എന്താണ്? മൊത്തം 100 മോൾസ് ഉണ്ട്, 10.2% എന്ത് ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. സോ അതിന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയായിരിക്കും? 10.2 ആയിരിക്കും. സോ നമ്പർ ഓഫ് മോൾസിന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? 10.2, 0.4, 14.3, 1.9, 73.2 എന്ന് എഴുതുക. അതായത് ആ പെർസെൻറ്റേജ് അങ്ങനെ തന്നെ എഴുതുക. ഇത്രേ ഉള്ളൂ. കാരണം നമ്മൾ 100 മോൾസ് ഉണ്ടെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? മാസ് കണ്ടുപിടിക്കുക. ഓരോ കമ്പോണൻസിന്റെയും മാസ് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ്? മോളിക്കുലർ മാസിന്റെ നമ്പർ ഓഫ് മോൾസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ മോളിക്കുലർ മാസ്. നമ്മൾ 10ാം ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാസ് ഈസ് ഇക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലർ മാസ് എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? ഓരോ കമ്പോണന്റിന്റെയും മാസ് കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഓരോന്നിന്റെയും മാസ് കണ്ടുപിടിക്കുക. സോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് എത്രയാണ്? 44 × 10.2, 448.8 എന്ന് കിട്ടും. കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ 112 എന്ന് കിട്ടും. H2O ആണെങ്കിൽ 18 × 14.3, 257.4 എന്ന് കിട്ടും. നൈട്രജൻ ആണെങ്കിൽ 28 × 73.2, 2049.6 എന്ന് കിട്ടും. സോ ഓരോ കമ്പോണന്റിന്റെയും നമ്മൾ എന്ത് ചെയ്തു? മാസ് കണ്ടുപിടിച്ചു. ഓരോന്നിന്റെയും മാസ് കണ്ടുപിടിച്ചു. ഇനി ഈ മാസ് എല്ലാം കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. സോ ടോട്ടൽ മാസ് കിട്ടും. നമ്മുടെ 100 മോൾസിന്റെ ടോട്ടൽ മാസ് എത്രയാണ്? ടോട്ടൽ മാസ് ഇസ് ഈക്വൽ ടു 2827.8 എന്ന് കിട്ടും. ഓക്കെ, നൗ മാസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി മാസ് ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കമ്പോണന്റ്? ഓരോ കമ്പോണന്റിന്റെയും മാസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കമ്പോണന്റിന്റെയും മാസ് കാണണം, ദെൻ എല്ലാ മാസും കൂടി ആഡ് ചെയ്യണം. എല്ലാ മാസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ മാസ് കിട്ടും. ഇനി എന്ത് ചെയ്യണം? മാസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ ഓരോ മാസിനെയും നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ മാസ് ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 448.8 ഡിവൈഡഡ് ബൈ 2827.8. ഓക്കെ, സിമിലർലി മാസ് ഫ്രാക്ഷൻ ഓഫ് ഈ പറയുന്ന കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 11.2 ഡിവൈഡഡ് ബൈ 2827.8. സോ അങ്ങനെ എന്ത് ചെയ്യുക? ഓരോന്നിൻ്റെയും ഈ പറയുന്ന മാസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. വളരെ സിമ്പിളാണ്. 8 മാർക്കിന്റെ അല്ലെങ്കിൽ 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ 5th മൊഡ്യൂളിൽ ഈ രീതിയിലുള്ള പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, നൗ അടുത്ത ക്വസ്റ്റ്യൻ ആണ്.
Derive the energy equation in the form du is equal to cv dt plus t into dou p by dou t at constant volume minus p into dv. എന്താണ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, ചേഞ്ച് ഇൻ എൻതാൽപ്പി, ചേഞ്ച് ഇൻ എൻട്രോപ്പി, ഇതിന്റെ ഒക്കെ ഇക്വേഷൻസ് ഡെറിവേഷൻ സിലബസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് ഡി യു ഇസ് ഈക്വൽ ടു സി വി ഡി ടി പ്ലസ് ടി ഇൻറ്റു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം മൈനസ് പി ഇൻറ്റു ഡി വി. ഇതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, യു ഈസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം എന്നെടുക്കുകയാണ്. യു ഈസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഡി യു കണ്ടുപിടിക്കാൻ പോവാണ്. ഡി യു ശ്രദ്ധിക്കണം, ഡി യു ഇസ് ഈക്വൽ ടു, സോ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഡി യു കണ്ടുപിടിക്കാൻ പറ്റും. അതിനെ അറിയാമോ? ഡി യു ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി. ഡോ യു ബൈ ഡോ ടി അതായത് യു ആണല്ലോ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ഡോ യു എഴുതുക. ഫസ്റ്റത്തെ ടൈം ഏതാ? ടി അല്ലേ, അത് താഴെ എഴുതുക. ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം, അതായത് ഈ രണ്ടാമത്തെ ടൈം ഇവിടെ താഴെ എഴുതുക, അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇൻറ്റു ഈ ഡോ ടി എന്താക്കുക, ഡി ടി ആക്കുക. ഓക്കെ, ഡി യു സിക്കൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇൻറ്റു ഡി ടി. സോ ടിയുടെ കാര്യം കഴിഞ്ഞു. പ്ലസ് ഇനി വി വെച്ച് എഴുതണം. എന്നെ അറിയാമോ, നമ്മൾ യൂനാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ഡോ യു എന്ന് എഴുതുക. ഡോ യു ഡിവൈഡഡ് ബൈ ഡോ വി, ഇവിടെ ഡോ ടി എന്ന് എഴുതിയില്ലോ, അതുപോലെ തന്നെ ഡോ വി എന്ന് എഴുതുക. അറ്റ് കോൺസ്റ്റന്റ് ഇവിടെ വോളിയം എഴുതിയ, ഇവിടെ എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ എഴുതുക. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇൻറ്റു എന്ത് ചെയ്യണം, ഡി വി എന്ന് എഴുതാം, ഇൻറ്റു ടി വി. കുഴപ്പമില്ല. സോ ഡി യു ഇസിക്കൽ ടു ഈക്വേഷൻ കിട്ടി. ഇനി ഡോ യു ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ യു ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ സി വി ആ, സി വി. എന്തുകൊണ്ടാ? നമുക്കറിയാം ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡി യു ഇസിക്കൽ ടു സി വി ഡി ടി എന്നുള്ള ഇക്വേഷൻ ഉണ്ട്, ഫണ്ടമെന്റൽ ഇക്വേഷനാ. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഇസിക്കൽ ടു സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇൻറ്റു ഡി ടി. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എൻതാൽപ്പിന്റെ ഇക്വേഷൻ എന്താ? സി പി ഇൻറ്റു ഡി ടി. ഇതൊക്കെ നമ്മൾ ഫണ്ടമെന്റലി തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് ആണ്. ഓക്കെ, സോ ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഡി യു ബൈ ഡി ടി എന്ത് വരും? ഡി യു ബൈ ഡി ടി ഇസിക്കൽ ടു സി വി എന്ന് എഴുതാൻ പറ്റും അല്ലെ, അല്ലെങ്കിൽ ഡോ യു ബൈ ഡോ ടി ഇസിക്കൽ ടു സി വി എന്ന് എഴുതാൻ പറ്റും. മനസ്സിലാവുണ്ടോ? സോ ഡോ യു ബൈ ഡോ ടി കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുമ്പോൾ സി വി എന്ന് വരും ഇൻറ്റു ഡി ടി. ഓക്കെ, പ്ലസ് ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇൻറ്റു ഡി വി എന്ന് വരും. ഓക്കെ ആണല്ലോ? സോ ഇതാണ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ക്വസ്റ്റൻ ഒന്ന് കമ്പയർ ചെയ്തേ. നമുക്ക് സി വി ഇൻറ്റു ഡി ടി ഇവിടെ കിട്ടി അല്ലേ. ഇനി നമുക്ക് ഈ ടേമിന് എന്താക്കണം, അതായത് ഈ ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിന് പകരം ഇത്രയും ആക്കണം അല്ലേ. ഇതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? സോ ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിന് പകരം ഈ സാധനം ആക്കണം. അതായത് ഡോ യു ബൈ ഡോ വിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു റീപ്ലേസ്മെന്റ് കൊടുക്കണം എങ്ങനെയെങ്കിലും. അതാണ് നമ്മുടെ അടുത്ത എയിം എന്ന് പറയുന്നത്. ഇനി നോക്കാം ഡോ യു ബൈ ഡോ വിക്ക് നമുക്ക് എങ്ങനെയാണ് റീപ്ലേസ്മെന്റ് കൊടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ എൻട്രോപ്പി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം എടുക്കുകയാണ്. അതായത് എൻട്രോപ്പി എസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡി എസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഡി എസ് ഈക്വൽ ടു എന്ത് വരും? നമ്മൾ എൻട്രോപ്പിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ഡോ എസ് ഡിവൈഡഡ് ബൈ ഫസ്റ്റത്തെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റത്തെ വേരിയബിൾ എന്താണ്, ടെമ്പറേച്ചർ. ഡോ എസ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം അല്ലേ, കോൺസ്റ്റന്റ് വോളിയം പ്ലസ് ഡോ എസ് ഡിവൈഡഡ് ബൈ ഡോ വി അല്ലെ, രണ്ടാമത്തെ വേരിയബിൾ ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. സോറി, ഇവിടെ ഒരു ടൈം കൂടി വരല്ലേ. ഡോ എസ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇൻറ്റു എന്തുവരും, ഡി ടി പ്ലസ് എന്താണ്, ഡോ എസ് ഡിവൈഡഡ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇൻറ്റു ഡി വി എന്ന് വരും. ശരിയാണല്ലോ? സോ നമ്മൾ എന്ത് ചെയ്തു, ഡി എസിന് ഒരു ഇക്വേഷൻ എഴുതി പറയുന്ന രീതിയിൽ. ഇനി നമ്മൾ നമ്മുടെ ടി ഡി എസ് ഇക്വേഷൻ എടുക്കുകയാണ്. എന്താണ്? ഡി യു ഈസിക്കൽ ടു നമുക്കറിയാം ഡി യു ഈസിക്കൽ ടു
TDS മൈനസ് PdV ആണ് അല്ലേ? TDS മൈനസ് PdV ഇതെന്താ? TDS റിലേഷൻ ആണ്. ഈ TDS ഇക്വേഷനിലേക്ക് നമ്മൾ ഈ പറയുന്ന DU, നമ്മൾ ആദ്യം DUവിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? DU is equal to CV dt പ്ലസ് ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇൻറ്റു DV. ഇക്വേഷൻ നമ്പർ 1 നോക്കുവാണ്. ഈ DUവിന്റെ വാല്യൂ നമ്മൾ ഈ പറയുന്ന TDS ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഇവിടെ. അതുപോലെ ഈ DS-ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സാധനം എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ എന്ത് വരും നോക്കാം. DUക്ക് പകരം നമ്മൾ എന്ത് ചെയ്യാണ്? CV dt പ്ലസ് ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇൻറ്റു DV എന്ന് നോക്കുവാണ്. എന്ത് വരും? CV dt പ്ലസ് എന്താണ്? ഡോ യു ബൈ ഡോ ടി ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇൻറ്റു DV. ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇൻറ്റു DV ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻറ്റു DS-ന് പകരം നമ്മൾ എന്താണ്? കംപ്ലീറ്റ് ഇത് റീപ്ലേസ് ചെയ്യാണ്. എന്ത് വരും? DS is equal to ഡോ എസ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇൻറ്റു DT പ്ലസ് ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇൻറ്റു DV. ഓക്കെ, കുഴപ്പമില്ലല്ലോ. DS-ന് പകരം നമ്മൾ ഈ പറയുന്ന കംപ്ലീറ്റ് എക്സ്പ്രഷൻ എഴുതി. ഇനി മൈനസ് PdV ഉണ്ട് അല്ലേ? മൈനസ് PdV. ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഇപ്പൊ ഈ T രണ്ടിനും കോമൺ ആണ് കേട്ടോ. ഈ T രണ്ടിനും കോമൺ ആണ്. അതായത് ഈ പറയുന്ന ടേമിനും ഈ പറയുന്ന ടേമിനും കോമൺ ആണ്. നമ്മൾ ഈ DV വരുന്ന ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതാൻ പോകണം. ഈ DV വരുന്ന, അതായത് സൈഡിൽ DV വരുന്ന എല്ലാം ഒരുമിച്ച് എഴുതാൻ പോകണം. അപ്പൊ അതിനൊരു നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ മാറ്റൊന്നുമില്ല, റൈറ്റ് സൈഡിലാണ് മാറ്റുന്നത്. സോ ഈക്വൽ ടു T ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇൻറ്റു DT. ഓക്കെ, ഈ T ഇതിന് ബാധകല്ലേ? സോ പ്ലസ് T ഇൻറ്റു ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മൈനസ് P ഓൾ ഇൻറ്റു DV എന്ന് കൊടുക്കുവാണ്. കുഴപ്പമില്ലല്ലോ. അതായത് ഈ DV രണ്ടിനും ഉണ്ട്, അതുകൊണ്ട് DV ഞാൻ കോമൺ ആക്കി എടുത്തു. ഓക്കെ, സോ ഇങ്ങനെ എഴുതി. നൗ നോക്കിയേ, CV dt പ്ലസ് ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇൻറ്റു DV ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ DT-ന്റെ കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാണ്. DT-ന്റെ കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാണ്. നമുക്ക് തരും CV ഈക്വൽ ടു T ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി ഇൻറ്റു V എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഈ ഡെറിവേഷനിൽ ആ കോഎഫിഷ്യൻ്റ് തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. DV-ന്റെ കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്ന വിചാരിക്കാം. അതായത് ഇവിടുത്തെ DV-യുടെ കോഎഫിഷ്യൻ്റ് എന്താ? ഈ പറയുന്ന സാധനമാണ്. ഇവിടുത്തെ DV-യുടെ കോഎഫിഷ്യൻ്റ് എന്താണ്? ഇതാണ്. സോ നമ്മൾ DV-ന്റെ കോഎഫിഷ്യൻ്റ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാണ്. കോഎഫിഷ്യൻസ് തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ DT ഉണ്ട്, ഇവിടെ DT ഉണ്ട്, ഇവിടെ DV ഉണ്ട്, ഇവിടെ DV ഉണ്ട്. സോ കോഎഫിഷ്യൻസ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേറ്റ് ചെയ്യുന്നു. സോ ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് എന്താണ്? ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറാണ് അല്ലേ? സോ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈക്വൽ ടു ഇവിടുത്തെ ഈ പറയുന്ന DV-ന്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് T ഇൻറ്റു ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മൈനസ് P എന്ന് വരും. T ഇൻറ്റു ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മൈനസ് P അല്ലേ? ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മൈനസ് P. ഇനി നമുക്കറിയാം മാക്സ്വെൽ റിലേഷൻ എന്താണ്? മാക്സ്വെൽ റിലേഷൻ, തേർഡ് മാക്സ്വെൽ റിലേഷൻ നമ്മൾ ഉപയോഗിക്കണം ഇവിടെ. ബൈ തേർഡ് മാക്സ്വെൽ റിലേഷൻ ഈ പറയുന്ന ഡോ എസ് ബൈ ഡോ വിക്ക് നമ്മൾ റീപ്ലേസ്മെന്റ് എടുക്കുക. എന്താണ് തേർഡ് മാക്സ്വെൽ റിലേഷൻ പറയുന്നത്? ഡോ എസ് ബൈ ഡോ വി എന്ന് പറയുന്നത് എന്താണ്? ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വിൽ ബി ഈക്വൽ ടു എന്താണ്? ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്. ഇതാണ് തേർഡ് മാക്സ്വെൽ റിലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഈ ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഉണ്ടല്ലോ, അത് നമ്മൾ റീപ്ലേസ് ചെയ്യണം. എന്ത് വെച്ചിട്ട്? ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സോ റീപ്ലേസ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇതിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എഴുതാൻ പറ്റും. അതായത് ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈക്വൽ ടു
ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ വിക്ക് നമ്മൾ എന്ത് ചെയ്യാണ് ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം മൈനസ് പി എന്ന് എഴുതണം. അപ്പോൾ നോക്കിയേ, ഡോ യു ബൈ ഡോ വിക്ക് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ നമ്മളൊരു എക്സ്പ്രഷൻ എഴുതി അല്ലേ. നമുക്ക് അതല്ല വേണ്ടിയിരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമുക്ക് എന്നാ വേണ്ട, ഈ പറയുന്ന ഡി യുവിൻ്റെ ഇക്വേഷനിൽ ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിന് പകരം ഒരു എക്സ്പ്രഷൻ വേണമെന്ന് പറഞ്ഞു. ആ എക്സ്പ്രഷൻ എഴുതി. ആ എക്സ്പ്രഷൻ ഏതാണ് ഈ എഴുതി വെച്ചേക്കണോ, എന്താണ് ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം മൈനസ് പി. ഈ സാധനം തന്നെയല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ കിടക്കുന്നത് നോക്കി, ടി ഇൻറ്റു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം മൈനസ് പി അല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഡി യു ഇസിക്കൽ ടു, അതായത് ഡി യു ഇസിക്കൽ ടു നമുക്കറിയാം ഡി യു എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന സി വി ഡി ടി പ്ലസ് ഈ ക്വാണ്ടിറ്റി ആണ്. സോ സി വി ഡി ടി അങ്ങനെ തന്നെ എഴുതുവാണ്, ഡി യു ഇസിക്കൽ ടു സി വി ഡി ടി പ്ലസ് ദെൻ ഡോ യു ബൈ ഡോ ടി, ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഇൻറ്റു ഡി വിക്ക് വരെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അതിന് വരെ നമ്മൾ എന്ത് ചെയ്യണം ഇൻറ്റു ഡി വിക്ക് വരെ നമ്മൾ എന്ത് ചെയ്യാണ് ഈ പറയുന്ന ഈ സാധനം കൊടുക്കുവാണ്. സോ ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിന് വരെ ഈ സാധനം കൊടുക്കുന്നു. സോ ടി ഇൻറ്റു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം മൈനസ് പി ഇൻറ്റു എന്തുണ്ട്, ഒരു ഡി വി ഉണ്ട് അല്ലേ, ഇൻറ്റു ഒരു ഡി വി ഉണ്ട്. സോ ഡി വി കൂടെ കൊടുക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റിലേഷൻ ആയില്ലേ നോക്കി, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു സി വി ഇൻറ്റു ഡി ടി പ്ലസ് ടി ഇൻറ്റു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം മൈനസ് പി ഇൻറ്റു ഡി വി. നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് സ്റ്റക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റിലേഷൻ എടുത്ത് എഴുതുക. ഈ റിലേഷൻ എവിടെ ഉണ്ട്, നമ്മുടെ ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ അവസാനത്തെ സ്റ്റെപ്പിൽ ഈ റിലേഷൻ എടുത്ത് എഴുതിയാൽ മതി, നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫുൾ മാർക്ക് കിട്ടും. കുഴപ്പമില്ലല്ലോ. ഓക്കെ, നൗ സോ ഒരു ഇതാണ് നമ്മൾ പഠിച്ചത് ഡെറിവേഷൻ. ഈ ചാപ്റ്ററിൽ നിന്നുള്ള 2-3 ഡെറിവേഷൻസ് ഉണ്ട്, അതിലൊരു ഡെറിവേഷനാണ് നമ്മളിപ്പോൾ പഠിച്ചത്, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എ ഗ്യാസ് ഒബേസ് പി ഇൻറ്റു വി മൈനസ് ബി ഇസിക്കൽ ടു ആർ ടി. ഒരു ഗ്യാസിൻ്റെ ഇക്വേഷൻ ആണ്, പി ഇൻറ്റു വി മൈനസ് ബി ഇസിക്കൽ ടു ആർ ടി, വെയർ ബി ഈസ് എ പോസിറ്റീവ് കോൺസ്റ്റന്റ്. ഫൈൻഡ് ദി എക്സ്പ്രഷൻ ഫോർ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ്. ജൂൾ തോംസൺ കോഎഫിഷ്യന്റിന്റെ എക്സ്പ്രഷൻ ഏതാണ് ക്വസ്റ്റ്യൻ. ക്യാൻ ദിസ് ഗ്യാസ് കൂൾഡ് എഫക്റ്റീവ്ലി ബൈ ത്രോട്ട്ലിംഗ്. ഈ ഗ്യാസിന് നമുക്ക് ത്രോട്ട്ലിംഗ് വഴി കൂൾ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എ ഗ്യാസ് ഒബേസ് പി ഇൻറ്റു വി മൈനസ് ബി ഇസിക്കൽ ടു ആർ ടി വെയർ ബി ഇസ് എ പോസിറ്റീവ് കോൺസ്റ്റന്റ്. ഫൈൻഡ് ദി എക്സ്പ്രഷൻ ഫോർ ദി ജൂൾ തോംസൺ കോഎഫിഷ്യന്റ്. Can this gas be cooled effectively by throttling? Okay. Now, നമുക്കറിയാം ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് അതിന്റെ ഇക്വേഷൻ എന്താണ്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്. ഇതാണ് അതിന്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ചിരുന്നു, മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റും. എന്താണ്, -1/Cp ഇൻറ്റു വി മൈനസ് ടി ഇൻറ്റു ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ അല്ലേ. സോ ഈ എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെ വന്നതെന്നുള്ളത് തൊട്ട് മുമ്പത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഇതിനൊന്ന് മോഡിഫൈ ആണ്, ഡോ വി ബൈ ഡോ ടി ആണല്ലോ. സോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്, പി വി ഇസിക്കൽ ടു ആർ ടി ആണ്. ഫോർ 1 മോൾ പി വി ഇസിക്കൽ ടു ആർ ടി ആണ്. വോളിയം എന്ന് പറയുന്നത്, വോളിയം വി ഇസിക്കൽ ടു എന്ത് വരും, വി ഇസിക്കൽ ടു ആർ ടി ബൈ പി ആണ്, ആർ ടി ബൈ പി. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ നമ്മൾ ഈ വോളിയത്തിനെ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അതായത് ഡിഫറൻഷിയേറ്റിംഗ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അതായത് ഈ പറയുന്ന സാധനത്തിന്റെ വാല്യൂ കാണാൻ വേണ്ടിയാണ് ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സോ ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വിൽ ബി ഈക്വൽ ടു വാട്ട്. അതായത് ഈ ടൈമിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുമ്പോൾ പി കോൺസ്റ്റന്റ് ആവും അല്ലേ. സോ ഈ ടൈമിന് നമ്മൾ എന്ത് ചെയ്യാണ്, വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ആർ ബൈ പി അത് കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു ടെമ്പറേച്ചറിനെ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. സോ നമുക്കെന്ത് മനസ്സിലായി, ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഈക്വൽ ടു ആർ ബൈ പി എന്ന് കിട്ടി, ആർ ബൈ പി അല്ലേ. ഇനി നമ്മൾ നമ്മുടെ തന്നിരിക്കുന്ന റിലേഷൻ എടുക്കുവാണ്, പി ഇൻറ്റു വി മൈനസ് ബി ഇസിക്കൽ ടു ആർ ടി. അതാണ് നമ്മുടെ ഗ്യാസിന്റെ റിലേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന ആർ ബൈ പിക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. എങ്ങനെയാണെന്ന് നോക്കിയേ, പി ഇൻറ്റു വി മൈനസ് ബി ഇസിക്കൽ ടു ആർ ടി. ഈ പീനെ ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുവരിക, ഈ ടീനെ ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുപോവാം. അപ്പോൾ എന്ത് വരും, റൈറ്റ് സൈഡിൽ ആർ ബൈ പി എന്ന് വരും, ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും, വി മൈനസ് ബി ബൈ ടി എന്ന് വരും അല്ലേ. സോ ആർ ബൈ പിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി മൈനസ് ബി ബൈ ടി എന്ന് കൊടുക്കാൻ പറ്റും. സോ ഞാൻ അങ്ങനെ എഴുതുവാണ്, അതായത് ഡോ വി ബൈ ഡോ ടി ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നത് ആർ ബൈ പി ആണ്, അതെന്താണ് വി മൈനസ് ബി ബൈ ടി ആണെന്ന് എഴുതുവാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന
ഡോ വി ബൈ ഡോ ടി ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷറിന് പകരം ഈ വി മൈനസ് ബൈ ടി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് എന്ത് വരും? മ്യൂ ഇസ് ഈക്വൽ ടു മൈനസ് 1/Cp ഇൻറ്റു വോളിയം മൈനസ് ടെമ്പറേച്ചർ ഇൻറ്റു ഡോ വി ബൈ ഡോ ടി ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷറിന് പകരം ഞാൻ വി മൈനസ് ബി ബൈ ടി എന്ന് എടുക്കുവാണ്. വി മൈനസ് ബി ബൈ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, ഈ ടീം വെട്ടിപ്പോയി അല്ലേ? ഈ ടീം വെട്ടിപ്പോയി. സോ ഇസിക്കൽ എന്തൊരു മൈനസ് 1/Cp ഇൻറ്റു വി മൈനസ് എന്തായാലും വി മൈനസ് ബി എന്ന് വരും അല്ലേ? സോ ഈ മൈനസ് രണ്ടിനും ആപ്ലിക്കബിൾ ആണ് അല്ലേ? സോ വി മൈനസ് ബി എന്ന് വരും. സോ ഈക്വൽ ടു മൈനസ് 1/Cp ഇൻറ്റു വി മൈനസ് വി പ്ലസ് ബി എന്ന് വരും. ബിയും വി എന്തായി പോയിക്കോളും? കട്ടായി പോയിക്കോളും. സോ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് ബിക്കം ന്യൂ ഈസ് ഈക്വൽ ടു മൈനസ് 1/Cp ഇൻറ്റു ബി, അല്ലെങ്കിൽ എന്ത് വരും? മൈനസ് ബി ബൈ സി പി എന്ന് വരും. മൈനസ് ബി ബൈ സി പി. സോ ഇതാണെന്ത്? ഫോർ ദി ഗിവൺ ഗ്യാസ് ദി ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി അതിനൊപ്പം തന്നെ ചോദിച്ചിരിക്കുകയാണ്, ക്യാൻ ദിസ് ഗ്യാസ് ബി കൂൾഡ് എഫക്റ്റീവ്ലി ബൈ ത്രോട്ട്ലിംഗ്? സോ നോക്കിയേ, ജൂൾ തോംസൺ കോഎഫിഷ്യന്റിന്റെ വാല്യൂ എന്താണ്? നെഗറ്റീവാ. മ്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ സി പി. സോ ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? ത്രോട്ടലിംഗിന്റെ സമയത്ത് എന്ത് ചെയ്യും? ആ ഗ്യാസിന്റെ ടെമ്പറേച്ചർ കൂടും അല്ലേ? ആ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കൂടും. അതായത് ഗ്യാസ് എന്ത് ചെയ്യും? ഹോട്ടാവും, ഹീറ്റാവും അല്ലേ? സോ ഈ ഗ്യാസിനെ നമുക്ക് കൂൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതാണ് ആൻസർ. ദിസ് ഗ്യാസ് cannot be cooled effectively because Joule Thomson coefficient is negative. If the value of Joule Thomson coefficient is negative, then during throttling the gas will heat up, right? Heat up. So ഇതാണ് നമ്മുടെ 20ാമത്തെ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ പറയുന്ന 5th മോഡ്യൂളിൽ നിന്ന് 2023 ജൂൺ മാസം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.